പണ്ടൊക്കെ ക്രിക്കറ്റ് കാണുമ്പോൾ കരുതിയിരുന്നത് നമ്മൾ നാട്ടിലൊക്കെ കളിക്കുന്നത് പോലെ ഓരോ ഓവർ കഴിയുമ്പോൾ നോൺ സ്ട്രൈക്കിൽ നിൽക്കുന്ന ആൾ ബാറ്റ് ചെയ്യാൻ പിച്ച് ക്രോസ് ചെയ്ത് വരുമെന്നാണ്. അതായത് നമ്മളൊക്കെ ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ ഒരു ഓവർ തീരുമ്പോൾ ബാറ്റേഴ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറില്ലേ, അതുപോലെയാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റിലും എന്ന് കരുതിയിരുന്നു. പിന്നീടാണ് ആരോ പറഞ്ഞ് അറിഞ്ഞത് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ പിച്ചിന്റെ രണ്ട് എൻഡിൽ നിന്നും ബാറ്റ് ചെയ്യാറുണ്ടെന്ന്. അതായത് ഒരു ഓവർ ഒരു എൻഡിൽ നിന്ന് എറിഞ്ഞാൽ അടുത്ത ഓവർ ബോളർ എറിയുന്നത് പിച്ചിന്റെ ഓപ്പോസിറ്റ് എൻഡിൽ നിന്നായിരിക്കും. കീപ്പറും ഫീൽഡേഴ്സും അതിനൊപ്പം ചേഞ്ച് ആവും. നമുക്കത് ടി വിയിൽ കാണുമ്പോൾ അന്ന് മനസ്സിലായിരുന്നില്ല. ഒരു ഓവർ കഴിയുമ്പോൾ ബാറ്റേഴ്സ് സ്ട്രൈക്ക് ചേഞ്ച് ചെയ്യുമെങ്കിലും അവർ നിൽക്കുന്ന എൻഡ് ചേഞ്ച് ചെയ്യില്ല. ഓവർ അവസാനിക്കുമ്പോൾ നോൺ സ്ട്രൈക്ക് എൻഡിൽ നിൽക്കുന്ന ആൾ ആ എൻഡിലെ ക്രീസിൽ തന്നെ അടുത്ത ഓവറിൽ ആദ്യ ബോൾ ഫേസ് ചെയ്യും. അപ്പോഴേക്കും കീപ്പറൊക്കെ പുറകിൽ വന്നിട്ടുണ്ടാവും. ഈ ഒരു സത്യം ആദ്യം കേട്ടപ്പോൾ വിശ്വസിച്ചിരുന്നില്ല. എങ്കിലും പതിയെ നിരീക്ഷിച്ച് ആ പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടു. പിന്നീട് ഒരിക്കൽ കേരള ടീമിന്റെ രഞ്ജി മത്സരം പാലക്കാട് ഗ്രൗണ്ടിൽ വെച്ച് നേരിട്ട് കാണാനിടയായി. അപ്പോഴാണ് ആദ്യമായി ഈ ഒരു പ്രക്രിയ നേരിൽ കാണുന്നത്. പിന്നീട് 2014 കൊച്ചിയിൽ വെച്ച് നടന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരം നേരിട്ട് കണ്ടപ്പോഴും ഈ ഒരു പ്രക്രിയ രസകരമായി തോന്നി. നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു സത്യം ആദ്യം മനസ്സിലാക്കിയത്? തീർച്ചയായും നിങ്ങളുടെ അനുഭവം കമന്റ് ചെയ്യുക. ഒപ്പം ഇപ്പോഴും ഇതിനെക്കുറിച്ച് അറിയാത്ത നിങ്ങളുടെ ഒരു സുഹൃത്തിന് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നന്ദി.